SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുന്നു. സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, വളരെ നിർണായകമായ ഒരു നീക്കമാണ് SIT ഇപ്പോൾ സന്നിധാനത്ത് നടത്തുന്നത്. ആ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ള പാളികളിലെ സ്വർണവും അതുപോലെ മോഷ്ടിക്കപ്പെട്ട സ്വർണം അതൊക്കെ ഏത് രീതിയിലാണ് പോയത് എന്നതടക്കം കണ്ടെത്തുന്നതിനുള്ള വളരെ ശാസ്ത്രീയമായ ഒരു പരിശോധന അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ, വിവരങ്ങൾ പറയൂ. നടക്കുന്നത് അതിനുവേണ്ടിയാണ് 20 അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘം സന്നിധാനത്തേക്ക് ഇന്നലെ എത്തിയത്. ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘം സന്നിധാനത്തേക്ക് ഇന്നലെ എത്തിയത്. ഇന്നിപ്പോൾ ശ്രീകോവിലിന് സമീപത്ത് ദ്വാരപാലക ശില്പം, ഒപ്പം തന്നെ കട്ടിളപ്പാളി, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. സ്വർണം, ചെമ്പ് എന്നിവയുടെ മൂല്യം ഇതിൽ കൃത്രിമത്വം വരുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി സാമ്പിൾ ശേഖരണം നടക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇന്നലെ ഇവിടേക്ക് എത്തുകയും പ്രത്യേക വിലയിരുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്തത്. ഈ സാമ്പിൾ ശേഖരണത്തിന് ആവശ്യമായിട്ടുള്ള വിലയിരുത്തലുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പ്രത്യേക വിദഗ്ധരെ ഉൾപ്പെടെ, ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള വിദഗ്ധരെ ഉൾപ്പെടെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ സംഘത്തിന് ഒപ്പമുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം വിദഗ്ധരും അടങ്ങുന്ന സംഘമുണ്ട്. ഈ വിദഗ്ധരാണ് സ്വർണ്ണപ്പാളികളിൽ നിന്നും സാമ്പിൾ ശേഖരണം നടത്തുന്നത്. ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവയിൽ പൂശിയിട്ടുള്ള സ്വർണം, ചെമ്പ് എന്നിവയിൽ നിന്നും പ്രത്യേക സംഘം സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കട്ടിളപ്പാളിയും ഒപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പവും പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അതിൽ പിന്നീട് തിരിച്ചെത്തിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്വർണം തന്നെയാണോ, ഇതിൽ മായം, കൃത്രിമം ഉണ്ടോ, എത്രമാത്രം കൃത്രിമം വരുത്തിയിട്ടുണ്ട്, ഇതിന്റെ മൂല്യം കൃത്യമായി തന്നെയാണോ, നേരത്തെ മുൻപുള്ള ആ മൂല്യവുമായി കണക്കാക്കി നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ അത് കൃത്യമായ തന്നെ മൂല്യം ലഭ്യമാകുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ സാമ്പിൾ ശേഖരണം നടക്കുന്നത്. ഈ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം വിദഗ്ധമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇതിന്റെ മൂല്യം കൃത്യമായി തന്നെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ കൃത്രിമത്വം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക. ഈ സാമ്പിൾ എടുത്ത് അതിൽ വീണ്ടും വിദഗ്ധ പരിശോധന നടത്തിയതിന് ശേഷം നിന്നും ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ സമയത്ത് തന്നെ കൃത്യം 1 മണിക്ക് തന്നെ ഇതിനുള്ള സാമ്പിൾ ശേഖരണം ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ ആരംഭിച്ചിരിക്കുകയാണ്. തന്ത്രിയുടെ പ്രത്യേക അനുജ്ഞ പ്രകാരം ലഭിച്ചിരിക്കുന്ന അനുമതിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിനുള്ള ക്രമീകരണങ്ങൾ, നടപടികളുമായി ലഭിച്ചിരിക്കുന്ന അനുമതിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ നഷ്ടപ്പെട്ട സ്വർണം, അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കട്ടിളപ്പാളിയും ഒപ്പം ഈ ദ്വാരപാലക ശില്പവും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് എന്ന പേരിൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതാണ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ്. അത് തിരികെ കൊണ്ടുവന്നപ്പോൾ അത് കൃത്യമായി തന്നെ കൊണ്ടുപോയ സ്വർണം തന്നെയാണോ, അതിന്റെ മൂല്യം തന്നെ ഇതിലുണ്ടോ, ഇതിൽ കൃത്രിമത്വം വരുത്തിയിട്ടുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെ മൂല്യത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണ്. നിലവിൽ അറസ്റ്റിലുള്ള പ്രതികളിൽ നിന്നും മൊഴികൾ ശേഖരണം നടത്തിയിട്ടുണ്ട്. മൊഴികൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കട്ടിളപ്പാളിയും ഒപ്പം ഈ ദ്വാരപാലക ശില്പത്തിന്റെയും ഇവിടെ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. ഈ മൊഴികളുമായി ചേർത്ത് വെക്കുന്ന തെളിവുകളാണ് ഇനിയുള്ള അന്വേഷണത്തിന് ആവശ്യം. അതിനുവേണ്ടിയുള്ള ഒരു ശാസ്ത്രീയ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇതിന്റെ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ്. മിഥുൻ, ഈ SITയുടെ ഏറ്റവും വലിയ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് മല്യ 98-ൽ അവിടെ സ്വർണം നൽകിയപ്പോൾ 30 കിലോ സ്വർണമാണ് അവിടെ പൊതിഞ്ഞ് നൽകിയത്. ഈ ദ്വാരപാലക പാളികളൊക്കെ അങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, കട്ടിളപ്പാളിയിലടക്കം അവിടെ ശ്രീകോവിൽ വാതിലിനടക്കം സ്വർണം പൊതിഞ്ഞ് നൽകി. ക്ലാഡിംഗ് ആണ് നടത്തിയത്. വെറും സ്വർണം പൂശലല്ല, ക്ലാഡിംഗ് ആണ് നടത്തിയത്. ഇതാണ് പിന്നീട് 2019-ൽ അവിടെ നിന്ന് സർവ്വതും ഇളക്കിക്കൊണ്ടുപോയി സ്വർണം ഈ ഇടങ്ങളിലെല്ലാം സ്വർണം പൂശുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അതായത് 4 കിലോയിലധികം സ്വർണം കാണാനില്ല എന്നാണ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ എത്ര സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്? മാത്രവുമല്ല, അന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നും വരുത്തിയ തനി തങ്കമാണ് വിജയ് മല്യ അയ്യപ്പന് നൽകിയത്. അതിന് പകരം ഇവർ അവിടെ ഈ സ്വർണം പൂശിയിരിക്കുന്നത് ഏത് ക്വാളിറ്റിയുള്ള സ്വർണം ഉപയോഗിച്ചാണ് എന്നതടക്കം ഈ തട്ടിപ്പിന്റെ വലിയ ആഴങ്ങളിലേക്കുള്ള ഒരു പരിശോധനയ്ക്ക് വഴിവെക്കുന്നതല്ലേ ഈ നീക്കം?
നീലിമ ഇപ്പോൾ സൂചിപ്പിച്ച ഘടകങ്ങൾ തന്നെയാണ് പ്രധാനം. ഒന്ന്, 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന സ്വർണം, അതിൻ്റെ മൂല്യം, അതിൻ്റെ ക്വാളിറ്റി, ഈ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നൽകിയിരിക്കുന്ന സ്വർണത്തിൽ നിന്നും ഏകദേശം 4 കിലോയോളം തൂക്കം വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ, അതോ ഇതിലും ഇപ്പോൾ 4 കിലോ എന്ന് പറയുന്ന കുറഞ്ഞിരിക്കുന്ന സ്വർണത്തെക്കാൾ കൂടുതൽ മൂല്യം മാറ്റം വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കൃത്യമാണ് നീലിമ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ, ക്വാളിറ്റി ചെക്ക് നടത്തണം, സ്വർണത്തിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ടെത്തണം, കൃത്രിമത്വം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തണം. ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്ന സ്വർണം തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, അതോ കൃത്രിമത്വം നടത്തി അതിൽ എന്തെങ്കിലുമൊക്കെ ചില ഭാഗങ്ങളിലെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. വിദഗ്ധ സംഘമാണ് ഇവർക്കൊപ്പം ഉള്ളത്, SITക്കൊപ്പം ഉള്ളത്. പ്രത്യേക ഈ സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തുന്നതിന് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകൾ, ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, സ്വർണം, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളുമൊക്കെ ആയിട്ട് പ്രവർത്തനം നടക്കുന്ന വിദഗ്ധരടക്കമുള്ള സംഘം ഇവർക്കൊപ്പമുണ്ട്. അവരാണ് ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. പിന്നീട് അതിൽ വിദഗ്ധ പരിശോധനയാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിശോധനയിൽ കൂടി മാത്രമേ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിലെ കൃത്രിമത്വം, ഈ കൊണ്ടുപോയിരിക്കുന്ന സ്വർണം തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, കാട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവയിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ടുള്ള തെളിവ് ശേഖരണത്തിന് ഇപ്പോൾ നടക്കുന്ന ശാസ്ത്രീയ പരിശോധന ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഈ കട്ടളപ്പാളിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ആ ശേഖരണമാണ് നടത്തുന്നത്. വിദഗ്ധ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആളുകളാണ് ഈ ശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അവരുടെ മേൽനോട്ടത്തിൽ ഈ കട്ടിളപ്പാളിൽ നിന്നും സ്വർണം, ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് പ്രത്യേകം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു മിഥുൻ, ഒരു വെറും പരിശോധനയല്ല അവിടെ നടക്കുന്നത്. ഈ ഉച്ചപൂജയ്ക്ക് ശേഷം തന്ത്രി ദേവന്റെ അനുജ്ഞ വാങ്ങിയിരുന്നു. തുടർന്ന് നടയടച്ചുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അപ്പോൾ ഭക്തർ എത്തുന്നതിന് മുൻപ്, ഇനി ദർശനം ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഉള്ളത്, അതിനു മുൻപായി ഈ സാമ്പിളുകളെല്ലാം ശേഖരിക്കാനാണോ SITയുടെ നീക്കം? നീലിമ, ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഈ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചിരിക്കുന്ന സമയം, ഈ സമയത്താണ് തന്ത്രിയുടെ അനുമതി ഈ സാമ്പിൾ ശേഖരണത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള സാമ്പിൾ ശേഖരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കുള്ളിൽ തന്നെ ഈ സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. കൃത്യം 1 മണിക്ക് തന്നെ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തിന്, സോപാനത്തിന് സമീപത്തേക്ക് എത്തിയിരുന്നു. കൃത്യം 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടച്ച ആ സമയം തന്നെ സാമ്പിൾ ശേഖരണം ആരംഭിക്കുകയും ചെയ്തു. ഇനി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് കട്ടിളപ്പാളി, ഒപ്പം ദ്വാരപാലക ശില്പം, വിവിധ ലോഹഭാഗങ്ങൾ, ഇവിടെ നിന്നെല്ലാമുള്ള സാമ്പിളുകൾ ഇവർക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അത് 2 മണിക്കൂറുകൾ കൊണ്ട് 3 മണിക്കുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തന്ത്രിയുടെ അനുജ്ഞ ഈ സമയമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകം ദേവന് വിധി കൽപ്പനകൾ നൽകിക്കൊണ്ട് അനുജ്ഞയാണ് തന്ത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത്, ഇനി നട തുറക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം അവരോടൊപ്പമുള്ള വിദഗ്ധ സംഘവും ഈ സാമ്പിൾ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പമുള്ള ആളുകൾ വൈദഗ്ധ്യം നേടിയ ഈ സാമ്പിൾ ശേഖരണം, ഒപ്പം പരിശോധനയൊക്കെ നടത്തുന്നതിന് വേണ്ടി സ്വർണം, ലോഹം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ ആളുകൾ ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ ഏറ്റവും നിർണായകമായത് 98-ൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ സ്തംഭപാളികളുടെ ഭാഗവും പരിശോധിക്കുമെന്നതാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് 2019-ലെയും 2025-ലെയും ദ്വാരപാലകപ്പാളി, അതായത് ഏറ്റവും ഒടുവിൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ട ഏറ്റവും ഒടുവിലെ 2025-ലെ ദ്വാരപാലകപ്പാളി, അതുപോലെ സ്തംഭപ്പാളി എന്നിവയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ മറ്റ് ഭാഗങ്ങളിലെ പരിശോധന വളരെ കൃത്യമായി നടന്നാൽ ഇതിലൂടെ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി കണക്കാക്കാനാകും. ഇത് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ SIT ഇപ്പോൾ സന്നിധാനത്തെത്തി ഈ പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? SITയുടെ പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഉണ്ടായിരുന്നത്, അത് 1998-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഭാഗത്തു നിന്നും സ്വർണം ശേഖരിച്ചു
സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളത് അവരുടെ അന്വേഷണത്തിൽ നിർണായകമായിരുന്നു, പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പിന്നീട് ഉള്ളത് നീലിമ പറഞ്ഞതുപോലെ തന്നെ 2025 ദ്വാരപാലക ശില്പ നവീകരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ടുപോയ അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്, ആ ഭാഗത്തു നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കുക. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ സാമ്പിൾ ശേഖരണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഈ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കട്ടിളപ്പാളി ഒപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണം സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക സംഘം കടന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം ഇതിൽ ഉണ്ടാകണമെന്ന് ഉണ്ടെങ്കിൽ 1998 വിജയ് മല്യ സമർപ്പിച്ച ആ സാമ്പിളുകൾ സ്വർണം പരിശോധിക്കണം, അതിൽ കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം, അതിൻ്റെ മൂല്യത്തിൽ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം, എത്രത്തോളം മാറ്റമാണ് ആ സ്വർണത്തിൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അടുത്ത കാലത്ത് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അത് തിരികെ കൊണ്ടുവന്നത്, ചെന്നൈയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയ അതേ ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. വലിയ കൊള്ളയാണ് 2019 ശബരിമലയിൽ നടന്നത്. അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ഒരു വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും വൻ കൊള്ളയ്ക്കുള്ള ഒരു അവസരമൊരുക്കുകയും ചെയ്ത ദേവസ്വം ബോർഡിൻ്റെ ചെയ്തികളിലാണ് ഇപ്പോൾ വലിയ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 അവിടെ ഉണ്ടായിരുന്ന നിലനിൽക്കുന്ന അതുപോലെ 98 വിജയ് മല്യ സ്വർണം പതിച്ചു നൽകിയ ഭാഗങ്ങൾ അത് അന്ന് മുതൽ ഒരു മാറ്റവുമില്ലാതെ ഇന്ന് വരെ നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ സ്വർണത്തിൻ്റെ സാമ്പിളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ ഉണ്ടായി, എത്ര കിലോ സ്വർണം മോഷണം പോയി എന്നതടക്കമുള്ള സമഗ്രമായ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയും. ഹൈക്കോടതി പറഞ്ഞത് 4 കിലോ സ്വർണം കാണാനില്ല എന്നതാണ്. പക്ഷേ ഈ പരിശോധനയിൽ ഈ 4 കിലോയ്ക്ക് പുറത്ത് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള അതീവ ശാസ്ത്രീയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക പാളികളിലെയും സ്തംഭപാളിയിലെയും സ്വർണമാണ് ഇപ്പോൾ പ്രത്യേക സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. മിഥുൻ, തുടരാം നമുക്ക്. നീലിമ, നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധന. ഏറ്റവും പ്രധാനം എന്ന് തന്നെ പറയാം. ഇനിയുള്ള അന്വേഷണ പുരോഗതിക്ക് ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇത്. മാറ്റം വരാത്ത ഈ സ്വർണ്ണപ്പാളികളുടെ വിവിധ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ ഒപ്പം തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന വിവിധ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളും ഒപ്പം തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന കൃത്രിമത്വവും കണ്ടെത്തേണ്ടതുണ്ട്. അത് എത്രത്തോളം മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്, എത്രത്തോളം മായമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യത വരുത്തേണ്ടതുണ്ട്. അതിന് ഈ അന്വേഷണം, ഇപ്പോൾ നടക്കുന്ന ഈ സാമ്പിൾ ശേഖരണം വളരെ നിർണായകമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾ, ആ മൊഴികൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി ഒപ്പം കട്ടിളപ്പാളി അടക്കമുള്ള ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മൊഴികൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റിലായവരിൽ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ മൊഴികളുമായി ചേർത്ത് വെക്കുന്നതിനുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ഘട്ടത്തിൽ അന്വേഷണത്തിന് പ്രധാനം. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകൾ ശേഖരിക്കുക, അത് ശാസ്ത്രീയ തെളിവുകളായി തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നിർണായകം. അതിനുവേണ്ടിയുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ശ്രീകോവിലിൻ്റെ പിൻഭാഗത്ത് നിന്നുമുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ അടർത്തി മാറ്റിയിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ട് പ്രത്യേക സംഘവും ഒപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നതിനുള്ള ആളുകളും ആ ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് ഇപ്പോൾ ഉണ്ട്. ഇനി മുൻഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണവും കൃത്യമായി തന്നെ സാമ്പിൾ എടുത്ത് ശേഖരിക്കേണ്ടതുണ്ട്. വിദഗ്ധമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും. അങ്ങനെ പ്രത്യേക ഭാഗങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തലിലൂടെ കണ്ടെത്തിയിരിക്കുന്ന ശ്രീകോവിലിനെ കൂടുതൽ സ്വർണം പോയിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന സൂചന ലഭിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ ശേഖരണമാണ്, ലോഹങ്ങളുടെ ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ശ്രീകോവിലിന്റെ മുൻഭാഗത്തേക്ക് വരികയും ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണം സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു. ഈ സ്വർണം മാത്രമല്ല, ചെമ്പ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്
കട്ടിളപ്പാളിക്ക് സമീപമുള്ള ഭാഗങ്ങൾ, ദ്വാരപാലക ശില്പത്തിന് സമീപമുള്ള ഭാഗങ്ങൾ, ഇവിടെ നിന്നും എന്ത് ലോകവും ഈ പരിശോധനയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും ഗുണവും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു പരിശോധന സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ, എങ്ങനെയാണ് പരിശോധനാ സാമ്പിളുകൾ ശേഖരിക്കേണ്ടത്, ഇത്ര സമയമെടുക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാനാകും, എപ്പോഴാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിലയിരുത്തലുകൾ ഇന്നലെ ഇവിടെ പ്രത്യേക സംഘം നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ തലവൻ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തേക്ക് എത്തുകയും ഈ പ്രത്യേക വിലയിരുത്തലുകൾ നടത്തുകയും അതിന്റെ സമയം കണക്കാക്കുകയും എത്ര സമയം ആവശ്യമായി വരും, എന്തൊക്കെയാണ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇവിടെ ശബരിമല സന്നിധാനത്ത് ഈ പ്രത്യേക സംഘം തള്ളിയതിനു ശേഷമാണ് ഇന്ന് കൃത്യം 1 മണിക്ക് തന്ത്രിയുടെ അതിജ്ഞപ്രകാരം ഇതിനുവേണ്ടിയുള്ള സമയം ലഭിച്ചിരിക്കുന്ന 1 മണിക്ക് തന്നെ ഈ സാമ്പിൾ ശേഖരണം നടത്തുകയും ചെയ്തിരിക്കും. ഇപ്പോൾ ശ്രീകോവിലിന്റെ മുൻഭാഗത്താണ് പ്രത്യേക സംഘം ഉള്ളത്. സാമ്പിൾ ശേഖരണം നടക്കുന്നത്. അവിടെ നിന്നും ഇനി ഈ സാമ്പിളുകൾ ശേഖരിക്കും. അത് പ്രധാനമായും ദ്വാരപാലക ശില്പം ഈ 2025 അടുത്ത കാലത്ത് കൊണ്ടുപോയിരിക്കുന്ന ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് എന്ന പേരിൽ കൊണ്ടുപോയ ഈ 2025 അടുത്ത കാലത്ത് കൊണ്ടുപോയിരിക്കുന്ന ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കണം, കട്ടിളപ്പാളിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കണം. ആ ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുന്നത്. നേരത്തെ ആദ്യം ഈ പ്രത്യേക സംഘം സാമ്പിളുകൾ ശേഖരിച്ചത് ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് നിന്നും പുറകുവശത്തു നിന്നുമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പാളികളിൽ നിന്നുമാണ്. അവിടെ നിന്ന് സാമ്പിൾ ശേഖരണം പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശ്രീകോവിലിന്റെ മുൻഭാഗത്തേക്ക് അവർ എത്തുന്നു. ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നു. അതിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കൃത്യം 3 മണിക്ക് തന്നെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കും, സാമ്പിളുകൾ ശേഖരിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന മനസ്സിലാകുന്ന കാര്യം. ഈ അടുത്ത നട തുറക്കുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രത്യേക സംഘം 20ഓളം ആളുകൾ ഉൾപ്പെടുന്ന, അതിൽ വിദഗ്ധരടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള 20ഓളം ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ് സന്നിധാനത്ത് ഇന്നലെ തങ്ങിയത്. ഇന്നലെ ഉച്ചയോടുകൂടി ഇവിടെ എത്തുകയും പിന്നീട് ഒരു ദിവസം ഇവിടെ ചെലവഴിക്കുകയും വിലയിരുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ സാമ്പിൾ ശേഖരണം നടത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രത്യേക സംഘം ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക്, പ്രധാന നടപടിക്രമങ്ങളിലേക്ക് ശബരിമല സന്നിധാനം മുന്നോട്ട് പോകുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നതിനും മൊഴി ശേഖരണം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ചേർത്ത് വെക്കുന്നതിനുമൊക്കെ ഈ ഒരു അന്വേഷണം നിർണായകമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായി 3 ഘടകങ്ങൾ. അത് UB ഗ്രൂപ്പ് 1998 സമർപ്പിച്ച സ്വർണ്ണത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുക, കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം, പിന്നീട് ഈ SIT സംഘത്തിന് സംശയമുള്ള അല്ലെങ്കിൽ മൊഴികളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന സൂചനകൾ ലഭിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണവും ഒപ്പം ലോഹം ചെമ്പുകളും അത് ശേഖരിക്കുക, സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യമായി അവർക്ക് മുന്നിൽ ഉള്ളത്. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ കൃത്യം 3 മണിക്ക് തന്നെ അടുത്ത വൈകിട്ട് നട തുറക്കുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ ശ്രീകോവിലിന്റെ മുൻഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെ പ്രത്യേക സംഘത്തിന്റെ ആളുകൾ ഉണ്ട്. അവർ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ശ്രീകോവിലിന്റെ പുറകുവശത്തിന് സമീപമുള്ള ഭാഗത്തും ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള അടുത്ത ഘട്ടത്തിലേക്ക് അവർ നീങ്ങുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അന്വേഷണത്തെ സംബന്ധിച്ച്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തുള്ള ആ ഒരു പരിശോധന വളരെ നിർണായകമാണ്. ശാസ്ത്രീയ തെളിവുകൾ ഈ അന്വേഷണ പുരോഗതിക്ക് ഏറെ നിർണായകമായി മാറും. ഇനിയുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ, അത് അറസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ അന്വേഷണം കടക്കുന്നതിനും ഇപ്പോൾ നടക്കുന്ന ശാസ്ത്രീയ തെളിവ് നിർണായകമായി മാറും. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ച എന്ന് പറയാവുന്ന, അതായത് മിഥുൻ, വളരെ പഴുതടച്ച രീതിയിലുള്ള ഒരു അന്വേഷണം ഇവിടെ സന്നിധാനത്തെ SIT നടത്തുന്നു എന്ന് വേണം കരുതാൻ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്ന എല്ലാ വസ്തുക്കളിലും പരിശോധന നടത്തുകയാണ്. അതിൽ ദ്വാരപാലക പാളികളുണ്ട്, കട്ടിളപ്പാളി അടക്കമുണ്ട്. ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ സമയത്ത് ഈ കട്ടിളപ്പാളിയിൽ മാത്രം ഉണ്ടായിരുന്നത് 4.5 കിലോ സ്വർണമാണെന്നുള്ള ചില കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ദ്വാരപാളികൾ, ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞ പാളികളിൽ 2 എണ്ണത്തിലുമായി 5 കിലോ സ്വർണം. അപ്പോൾ ഈ കണക്ക് വളരെ കൃത്യമായി SITയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന പാളികൾ, അതുപോലെ
മറ്റു വസ്തുക്കൾ ഇതിലെല്ലാം പരിശോധന നടത്തുമ്പോൾ അതിൽ എത്ര സ്വർണമുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കാണ് ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ കൊള്ളയുടെ ആഴം എത്രയാണ് എന്നതുകൂടി മറനീക്കി പുറത്തു വരുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എത്ര കിലോ സ്വർണമാണ്, അയ്യപ്പൻ്റെ എത്ര അമൂല്യ വസ്തുക്കൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ട് SIT നൽകാൻ സാധ്യതയില്ലേ? തീർച്ചയായും കൃത്യമായ റിപ്പോർട്ട് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പിന്നിലുള്ളത്. ഇതിന്റെ ഫലങ്ങൾ ഇനി ലഭിക്കാൻ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കൃത്യതയാണ് ഇനി വരേണ്ടത്. ഇവിടുന്ന് സാമ്പിൾ ശേഖരിച്ച് എത്ര ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഫലം ലഭിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സാമ്പിൾ ശേഖരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സ്ഥാനത്തിന് സമീപനത്തേക്ക് പ്രവേശനമില്ല. അല്പം മാറിയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ക്യാമറ ദൃശ്യങ്ങൾ അല്പം മാറിയാണുള്ളത്. ഫ്ലൈ ഓവറിന്റെ സമീപത്താണുള്ളത്. സ്ഥാനത്തേക്ക് അടുപ്പിക്കുന്നതിന് ഇത്തവണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ ശേഖരണം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഈ സോപാനത്തിന് സമീപത്തേക്ക് പോകുന്നതിന് അനുവാദമില്ല. തൊട്ടടുത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുവാദമില്ല. അല്പം മാറി തിരുമുറ്റത്താണ് ക്യാമറ സജ്ജീകരിക്കുന്നതിനുള്ള അനുവാദം ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം, ഈ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും അടുത്തയിടയ്ക്ക് വിവാദമായ ദ്വാരപാലക ശില്പം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുകൂടിയാണ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ച എന്ന് പറയാവുന്ന, ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളെ അത്രയും ഹനിക്കുന്ന രീതിയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മറ്റ് ഭരണാധികാരികളിലും എല്ലാം ഉൾപ്പെട്ട ആ ഒരു സ്വർണ്ണ കവർച്ച പുറത്തേക്ക് വരുന്നത്. ആ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, വിദഗ്ധർ അത് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇടതുവശത്ത്, ശ്രീകോവിലിന്റെ ഇടതുവശത്തുള്ള ദ്വാരപാലക ശില്പത്തിൽ നിന്നും സാമ്പിൾ ശേഖരണം നടത്തുകയാണ്. പ്രധാനപ്പെട്ട ഘട്ടമാണ്, ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. ഈ സാമ്പിൾ ശേഖരണം കൂടി ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് തിരികെ കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ദ്വാരപാലക ശില്പം ഇവിടെ സന്നിധാനത്ത് ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പം തന്നെയാണോ തിരികെ ചെന്നൈയിൽ തിരികെ കൊണ്ടുവന്നത്? അറ്റകുറ്റപ്പണിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയ അതേ ശില്പമുള്ള കാര്യങ്ങളിൽ വരികയുള്ളൂ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം. ത്തിന്റെ ഒരു ഭാഗം സ്വർണ്ണപ്പാളി അടർത്തി മാറ്റിയിരിക്കുന്ന ദൃശ്യം കാണാം. അതിൽ നിന്നാണ് സാമ്പിൾ ശേഖരണം നടത്തുന്നത്. അതിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പമുള്ള സന്നിധാനത്ത് വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. 20 അംഗ സംഘമാണ് ഇപ്പോൾ അവിടെ ഈ ദ്വാരപാലക പാളികളിലേക്ക് സാമ്പിൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. 98-ൽ വിജയ് മല്യ സ്വർണം പൂശിയ, സ്വർണം പതിച്ചു നൽകിയ, ക്ലാഡിംഗ് നടത്തിയ ചില ഭാഗങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള സാമ്പിൾ പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലായി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയി തിരികെ എത്തിച്ച ഈ പാളികളുടെ കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നത്. ഈ പാളികൾ ഇളക്കി മാറ്റി അതിൽ നിന്നും സാമ്പിൾ എടുത്തുകൊണ്ട് തിരികെ വയ്ക്കുന്ന ഒരു രീതിയാണ് അനുവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഒപ്പം സ്മിത്ത് ഉൾപ്പെടെയുള്ള വിദഗ്ധർ കൂടി ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മിഥുൻ, ഈ ഘട്ടത്തിലാണ് ആ വലിയ കൊള്ളയുടെ കാര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടത്. ഈ പത്മകുമാറിനെതിരെ വലിയ കുരുക്ക് മുറുകുന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥരുടെ മൊഴികളൊക്കെ പത്മകുമാറിന് തീർത്തും എതിരാണ് എന്നുള്ള കാര്യവും കേൾക്കുന്നു. പക്ഷേ പത്മകുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ SIT സന്നദ്ധമായിട്ടില്ല. ഈ വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകും എന്നുള്ള ചില സൂചനകളുണ്ട്. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ കേസിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം മിഥുൻ. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇനി പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ. പത്മകുമാറിനെ ചോദ്യം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെ നിർബന്ധിച്ച് കൊണ്ടുപോകാനോ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല SITക്ക്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം
ഇതിന് മുകളിൽ നിൽക്കുന്നു. ഒപ്പം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്. മുരാരി ബാബു അടക്കമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2019 മുരാരി ബാബു അടക്കമുള്ള ആളുകൾ ഈ കട്ടിളപ്പാളിയാണ് എന്ന് ഇത് ചെമ്പുപാളിയാണ് എന്ന് എഴുതി നൽകിയ അതിന് അധികാരം നൽകിയ ആ മുരാരി ബാബു ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. വാസു അറസ്റ്റിലായിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്രത്തോളം എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് എത്തണം എന്നുള്ള അതിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലാണ് അല്ലെങ്കിൽ ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലാണ് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടാക്കിക്കൊണ്ട് ഈ അന്വേഷണം എത്രത്തോളം കൃത്യമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു സംശയ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ പത്മകുമാറിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്ത് 2019 കാലയളവിൽ നടന്ന സംഭവം അതിന്റെ കൃത്യമായ ചുരുളഴിയണം എന്നുണ്ടെങ്കിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കൃത്യമായ മൊഴിശേഖരണം നടത്തേണ്ടിയിരിക്കുന്നു. അറസ്റ്റ് നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് SITക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അന്വേഷണം ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് പോകും, ഈ അന്വേഷണ പുരോഗതി ഇത്രയും ആളുകളിലേക്ക് മാത്രമായി ഒതുങ്ങുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മാത്രമായിട്ട് ഈ അന്വേഷണം ഒതുങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സാധാരണ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ്. ഇടത് സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം നിലനിൽക്കുന്നു. നീലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പുറത്ത് മാത്രമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനോ കൂടുതൽ മൊഴിശേഖരണം നടത്തിക്കൊണ്ട് അന്വേഷണ പുരോഗതി കൈവരിക്കാനോ സാധിക്കാത്ത പശ്ചാത്തലം ഉള്ളത്. അതാണ് സംശയത്തിന്റെ നിഴലിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനും സാധിക്കുമായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വർണ്ണക്കൊള്ളക്കാരന്, ഈ കാട്ടുകള്ളന് എല്ലാവിധ സംരക്ഷണവും നൽകുന്നത്, എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്താണ്. ദേവസ്വം പ്രസിഡന്റിന്റെ മുറി തന്നെ കൊടുക്കുകയാണ്. മറ്റു കൂടുതൽ മുറികൾ അനുവദിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ കൃത്യമായി ഇത്ര വലിയ സ്വാതന്ത്ര്യം അവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റു ചിലരൊക്കെ വളരെ കൃത്യമായി ഉണ്ട്. കൃത്യമായ രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഇത്ര വലിയൊരു കൊള്ള ശബരിമലയിൽ നടത്താൻ കഴിയുമോ എന്നാണ് അന്നും ഇന്നും ഭക്തർ ഉൾപ്പെടെയുള്ളവർ, ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ വാസു എന്ന് പറയുന്ന ഒരാളിലേക്കാണ് ഏറ്റവും ഒടുവിൽ അവസാനം അന്വേഷണം എത്തി നിൽക്കുന്നത്. പത്മകുമാറിന് കുരുക്കുമുറുകുന്നു എന്ന് പറയുമ്പോൾ പോലും പത്മകുമാർ ഇപ്പോഴും സ്വൈര്യവിഹാരം നടത്തുകയാണ്. അദ്ദേഹം വീട്ടിൽ വളരെ സ്വതന്ത്രനായി കഴിയുകയാണ്. പുറമേ നിന്നുകൊണ്ട് CPM നേതാവാണ്, പ്രബലനായ CPM നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനും തനിക്കെതിരെ അല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാനുമൊക്കെയുള്ള വളരെ ആസൂത്രിതമായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടാകും. പത്മകുമാറിന് കുരുക്കുമുറുകുന്നു എന്ന് നമ്മൾ പറയുന്നു എന്നതല്ലാതെ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്ന ഒരു ഘട്ടം ഇതുവരെ എത്തിയിട്ടില്ല. മിഥുൻ, നീലിമ, പത്മകുമാർ മാത്രമല്ല, പത്മകുമാർ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ വൃന്ദം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഭക്തജനങ്ങൾ ഉൾപ്പെടെ ആശങ്ക പ്രകടമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ഉന്നത അധികാരികളിലേക്ക് ഈ സമയത്ത് ഉണ്ടായിരുന്ന 2019 കാലയളവിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഉന്നത വൃത്തങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഏതാനും ചില ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമായി ഈ അന്വേഷണം ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും എല്ലാം ആശങ്കയായി പ്രകടിപ്പിക്കുന്നത്. അതിന് പ്രധാന ബാബു, സുഭാഷ്, ഒപ്പം വാസു, ഈ 3 പേരിലേക്ക് മാത്രമായി അന്വേഷണം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ സംശയമാണ് ഹൈന്ദവ സംഘടനകൾ, ഭക്തജനങ്ങൾ എല്ലാം പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സുഭാഷ്, ഒപ്പം മുരാരി ബാബു, വാസു എന്നിവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴികൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയി കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഈ പ്രത്യേക അന്വേഷണത്തിന് സംഘത്തിന്
നൽകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നീലിമ നേരത്തെ സൂചിപ്പിച്ച ഈ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്നില്ല. പ്രബലനായിട്ടുള്ള ഇടത് രാഷ്ട്രീയ നേതാവിനാണ് കേരളത്തിലെ 2019 സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിവാദ വിഷയങ്ങൾ, ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, ആ വ്യക്തിയെ ചോദ്യം ചെയ്യാതെ എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക? നേരത്തെ നീലിമ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വൈര്യവിഹാരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം സ്പോൺസറായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ശബരിമലയിലേക്ക് എത്തുന്ന ഉന്നത ആളുകൾക്ക് ഒരു ഇടനിലക്കാരനായിട്ട് ശബരിമലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി പ്രവർത്തിച്ചുകൊണ്ട് അതിൽ അദ്ദേഹത്തിന് ഒരു സ്പോൺസറായിട്ട് ഇവിടെ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ചെറുതല്ല. വലിയ ആളുകളുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഏറ്റവും ഒടുവിൽ മിഥുൻ നമ്മൾ കണ്ടതാണ് ഒരു വാഹനത്തിന്റെ കൈമാറ്റത്തിന് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. DGP ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാതിൽ രഹസ്യം പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നെക്സസ് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നത് പരിശോധനാ വിഷയമാക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. നമ്മളൊന്ന് 2019 പോകുകയാണെങ്കിൽ യുവതീ പ്രവേശനം പോലും ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള വലിയ മറയായി ഉപയോഗപ്പെടുത്തി എന്ന് വേണം കാണാൻ. അവിടെ മനഃപൂർവ്വം ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും നിരീശ്വരവാദികളായ യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒത്താശ ചെയ്യുകയും അങ്ങനെ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന നമ്മൾ ശബരിമലയിൽ അന്ന് കണ്ടതാണ്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കളമൊരുക്കലെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരും. അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുകയാണ്. ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായും സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഈ വിജയ് മല്യ പൊതിഞ്ഞു നൽകിയ ഈ 30 കിലോ സ്വർണത്തിൻ്റെ മേലായിരുന്നു, അതിൽ കണ്ണുവെച്ചുകൊണ്ടായിരുന്നു ഈ നീക്കങ്ങൾ എല്ലാം എന്ന് സംശയിക്കാവുന്ന തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഇനി പത്മകുമാറിനെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിലൂടെ പത്മകുമാറിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന രഹസ്യങ്ങൾ കൂടി, ആ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആഴവും പരപ്പും കൂടുതൽ വ്യക്തമാകുകയുള്ളൂ. മിഥുൻ. നീലിമ, കൃത്യമായി തന്നെ പത്മകുമാറിലേക്ക് അന്വേഷണം എത്താത്തതിന് 2 കാരണങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ള പിൻബലം, രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം പത്മകുമാറിന് ലഭിക്കുന്നു എന്നുള്ളത്. ഇടത് സർക്കാരിൻ്റെ കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണ വലയത്തിലാണ് പത്മകുമാർ എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ടുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത്, പത്മകുമാർ അറസ്റ്റ് ചെയ്ത് പത്മകുമാറിലേക്ക് അന്വേഷണം എത്തിയാൽ ഈ ഉന്നത വൃന്ദത്തിലേക്കും ഇടത് സർക്കാരിൽ ഉൾപ്പെടുന്ന മറ്റു പലരിലേക്കും എത്തുന്നതിനുള്ള വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട്, തെളിവുകളുണ്ട്, അത് SITക്ക് കൈമാറും എന്നുള്ള ഒരു ഭീഷണി ഇടത് സർക്കാരിന് മുന്നിലേക്ക്, ഇടത് ഉന്നത വൃന്ദത്തിന് മുകളിലേക്ക് പത്മകുമാർ ഒരു ഭീഷണിയുടെ സ്വരമായി നൽകിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് രണ്ടാമത്തെ അനുമാനം. ഈ 2 അനുമാനങ്ങളായിരിക്കാം ഈ അന്വേഷണം മുന്നോട്ട് പോകാതെ പത്മകുമാറിലേക്ക് എത്താതെ, അല്ലെങ്കിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനോ സാധിക്കാതെ ഈ SIT വലഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് കാരണമായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. 2 കാരണങ്ങൾ. ഒന്ന്, ഈ പത്മകുമാറിന് സംരക്ഷണ വലയം ഒരുക്കുന്നത് ഇടത് സർക്കാരാണ്. അതിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ കടക്കാത്തത്. 2, തന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ മുന്നോട്ട് പോയാൽ താൻ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന തൻ്റെ പക്കലുള്ള മറ്റു ആളുകളുടെ, ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉന്നത വൃന്ദത്തിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുള്ളത് പുറത്തുവിടും, അത് SITക്ക് കൈമാറും, അവരും ഈ കേസിൽ ഉൾപ്പെടും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം പത്മകുമാർ ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ മുകളിലേക്ക്, ഇടത് സർക്കാരിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് രണ്ടാമത്തെ അനുമാനം. പൊതു അനുമാനമാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാകാം ഒരുപക്ഷെ ഈ അന്വേഷണം പത്മകുമാറിലേക്ക് എത്താത്തത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ഒരു നിമിഷം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതാണ്, വിവരശേഖരണം നടത്തേണ്ടതാണ്, കൂടുതൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് അടക്കം ഇത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മാത്രവുമല്ല, കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യുന്നതിനും വിവരശേഖരണം നടത്തുന്നതിനും മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനും, അറസ്റ്റ് അല്ല നടപടികൾ അല്ലെങ്കിൽ പോലും മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കുന്നതിന് പോലും ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ് നിർണായകമായിരുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായെങ്കിലും പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ പോലും നടത്തേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തെ വഴിമുട്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. നീലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായ ഒരു സംരക്ഷണ വലയം ഇവിടെ ലഭിച്ചിരുന്നു. അത് പത്മകുമാർ അടക്കമുള്ള ആളുകളിൽ നിന്ന്
ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി കൃത്യമായി അടുത്ത ബന്ധമുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളടക്കം തെളിവുകളായി പുറത്തുവരുന്നു. മാത്രവുമല്ല, ഇവിടുത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉന്നത ആളുകളുടെ എല്ലാം ഒരു ഇടനിലക്കാരനായി, ഒരു സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു സംരക്ഷണ വലയം ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു പിന്തുണ ലഭിച്ചതുകൊണ്ട് മാത്രമാണ്. ആ പിന്തുണ നൽകിയത് ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ, ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ അതിൽ ഒന്നാമത് SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. അതീവ നിർണായകമായ ചില പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലായി ശബരിമലയിൽ എത്തിച്ച സ്വർണ്ണപ്പാളികൾ അതിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. ഒപ്പം തന്നെ വിജയ് മല്യ പൊതിഞ്ഞു നൽകിയ സ്തംഭപ്പാളി, അതുപോലെ മറ്റു ചില ഭാഗങ്ങൾ, അവിടെയെല്ലാം വളരെ വിശദമായ പരിശോധന നടത്തുകയാണ്. അപ്പോൾ വിജയ് മല്യ ഓരോ ഇടത്തും പൊതിഞ്ഞു നൽകിയ, ക്ലാഡിംഗ് നടത്തി നൽകിയ സ്വർണത്തിൻ്റെ അളവ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ ബോധ്യപ്പെടും. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശബരിമലയിൽ കൊണ്ടുവച്ച പാളികളുടെ പരിശോധന കൂടി നടക്കുന്നതോടെ എത്ര സ്വർണമാണ് അപഹരിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒരു ഏകദേശ കണക്കെങ്കിലും സംഘത്തിന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയാണ് പുരോഗമിക്കുന്നത്. മിഥുൻ, ഒട്ടേറെ ശാസ്ത്രീയ വൈദഗ്ധ്യമുള്ള ആളുകളെ കൂടി കൊണ്ടുവന്നാണ് ഈ പരിശോധന എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഗോഡ് സ്മിത്ത് അടക്കമുള്ള ആളുകളുണ്ട്, വിദഗ്ധരുണ്ട്, ഈ സാമ്പിളുകൾ ആളുകളുണ്ട്. പരിശോധന നടത്തുന്നതിന് വൈദഗ്ധ്യം നേടിയ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട്. അവർ കട്ടിളപ്പാളിയിൽ നിന്നാണ് ഇപ്പോൾ ഒടുവിൽ ഈ ഘട്ടത്തിൽ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ടിളപ്പാളിയിൽ നിന്നും സാമ്പിൾ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നു. പ്രത്യേക ഭാഗങ്ങളിൽ നിന്നും ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന, അതിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നു. ഏത് നിന്നാണ് ഈ സാമ്പിളുകൾ ശേഖരിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തൽ നടത്തിയതാണ്. അന്വേഷണ സംഘം ഒരു ദിവസം മുൻപ് ഇവിടെ എത്തി കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്, കട്ടിളപ്പാളികളിൽ നിന്നും ഒപ്പം ദ്വാരപാലക ശില്പത്തിൽ നിന്നുമൊക്കെ ഈ സാമ്പിൾ ശേഖരണം നടത്തുമ്പോൾ അത് ഈ കട്ടിളപ്പാളിയുടെയും ദ്വാരപാലക ശില്പത്തിൻ്റെയും ഒക്കെ ഏത് ഭാഗങ്ങളിൽ നിന്നാണ്, ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ഇത് എടുത്ത് പരിശോധന നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ നടത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളികളിൽ നിന്നും ഈ സാമ്പിൾ ശേഖരണം നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീകോവിലിന് മുന്നിൽ കട്ടിളപ്പാളിയിൽ നിന്നും ഈ സാമ്പിൾ ശേഖരണം വിദഗ്ധ സംഘം എടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മേൽനോട്ട നിർവഹിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരും 3 മണിക്കുള്ളിൽ ഈ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. സ്വർണ്ണപ്പാളി കവർച്ചയിൽ സാമ്പിളുകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം എത്ര പോയിട്ടുണ്ട്, എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയാണ് സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.